ക്ലബ് ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ഫിഫയും മെസ്സിയും പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ ലോകമെമ്പാടുമുള്ള 32 ടീമുകളെ ഉൾപ്പെടുത്തി 2025 വേനൽക്കാലത്ത് അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന പുതിയ ടൂർണമെന്റിൽ ഇന്റർ മയാമിക്കും ലയണൽ മെസ്സിക്കും സ്ഥാനം നൽകുമെന്ന് ഫിഫ പ്രസിഡന്റ് ഇൻഫന്റീനോ അങ്ങ് പ്രഖ്യാപിച്ചു. മികച്ച റെഗുലർ സീസൺ റെക്കോർഡോടെ ഈ വർഷം പൂർത്തിയാക്കിയ ഇന്റർ മയാമി 2024 MLS സപ്പോർട്ടർ ഷീൽഡിന്റെ വിജയികളായിരുന്നു. എന്നാൽ MLS പ്ലേ ഓഫിലെ വിജയികൾക്ക് സ്ഥാനം നൽകാതിരിക്കുകയും മെസ്സിയുടെ ഇന്റർ മയാമിക്ക് ഇടം നൽകാനുള്ള തീരുമാനവും സ്വാഭാവികമായും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്റർ മയാമിക്ക് ചാൻസ് കൊടുത്തത്? ടൂർണമെന്റിന്റെ സംരക്ഷണാവകാശം വിൽക്കുന്ന കാര്യത്തിൽ ഫിഫ ബുദ്ധിമുട്ട് നേരിടുകയാണ്. മത്സരത്തിലുള്ള വാണിജ്യ താൽപര്യം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത്ര ശക്തമായിരുന്നില്ല. നിലവിലുള്ള ഫിഫ സ്പോൺസർമാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പുതിയ താൽപര്യത്തിന് ക്ഷാമമുണ്ട്. സ്വാഭാവികമായും മെസ്സിയും ഇന്റർ മയാമിയും ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഫിഫ കണ്ടു. മെസ്സി പങ്കെടുക്കുന്ന മത്സരം കാണാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും എന്നുള്ളതാണ് ഫിഫ ഇതിൽ കാണുന്ന ബിസിനസ് താല്പര്യം.